കൈരളി സൊസൈറ്റിയുടെ വിവിധ ബ്രാഞ്ചുകളിലെ ജോലിക്കായി കേരള ബാങ്ക് മുൻ സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസറും CPIM നേതാവുമായിരുന്ന KV അശോകൻ ലക്ഷങ്ങൾ വാങ്ങിയെന്ന് ജീവനക്കാർ. കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 12 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ ഓരോ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അശോകൻ വാങ്ങിയെന്ന് ആരോപണം. 33 ബ്രാഞ്ചുകളിലായി 200 പേരോളം തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് കൈരളി സൊസൈറ്റി ജീവനക്കാർ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചത്. ക്ലർക്കിന് 12 ലക്ഷം, ജൂനിയർ മാനേജറിന് 18 ലക്ഷം, മാനേജർ പോസ്റ്റിന് 25 ലക്ഷം. ഈ നിലയിൽ പണം നൽകിയാണ് ഓരോ ജീവനക്കാരനും കൈരളി സൊസൈറ്റിയിൽ ജോലി നേടിയത്. ക്ലർക്കിന്റെ ആദ്യം വാങ്ങിയത് 10ഉം 2ഉം ആണ്. നേരെ മറിച്ച് പുതിയ സ്റ്റാഫുകളുടെ അടുത്തൊക്കെ 10ഉം 3ഉം വാങ്ങുന്നവരുണ്ട്, 10ഉം 4ഉം വാങ്ങുന്നവരുണ്ട്. അങ്ങനെയാണ് ക്ലർക്ക് പോസ്റ്റിന്. മാനേജേഴ്സ് പോസ്റ്റിന് 20ഉം 5ഉം. 25 അല്ലേ? മാനേജറിന് 20 ആണ് ഡെപ്പോസിറ്റ്. 5 റുപ്യ ഇങ്ങനെയും വരും. ഇങ്ങനെ 4, 3, 5 അത് ഓരോരോ കോർഡിനേറ്റേഴ്സിന്റെ ഓരോരോ താല്പര്യപ്രകാരം വാങ്ങുന്ന. ഈ വാങ്ങിയാൽ എന്തെങ്കിലും പ്രൂഫ് വന്നിട്ടുണ്ടാവില്ലേ? സ്റ്റാഫ് ഡെപ്പോസിറ്റിന്റെ സ്റ്റാഫ് ഡെപ്പോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ നിങ്ങൾ പുറത്തു വിട്ടാൻ മറ്റേ എന്താണ് ബോണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ല, ആ സർട്ടിഫിക്കറ്റ്. ഈ കമ്മീഷൻ എക്സ്ട്രാ പൈസ നോക്കുക, ആ കമ്മീഷന്റെ പൈസ അതിലുണ്ടാവില്ല. അത് വേറെ തന്നെ കൊടുക്കുന്നതാ? അത് വേറെ തനിയെ ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന സാധനം. അത് ആർക്ക് കൊടുക്കണേ? അത് ഈ കോർഡിനേറ്റേഴ്സ് ഉണ്ട് ഇവർക്ക്, ഇവരുടെ പിന്നിൽ. ₹12 ലക്ഷം നൽകി ക്ലർക്ക് തസ്തികയിൽ ജോലിക്ക് കയറുന്ന വ്യക്തിക്ക് 18,000 രൂപയാണ് ശമ്പളം. മാനേജർ തസ്തികയിലെ ജോലിക്ക് 25,000 രൂപ വരെ ശമ്പളം ലഭിക്കും. എന്റെ വീടടക്കം പണയം വെച്ചിട്ട് ഞാൻ കയറിയിരിക്കുന്നു. എത്ര രൂപ കൊടുത്തു? 10. മൊത്തം 12 മൊത്തം. അതിൽ 10 ഡെപ്പോസിറ്റ് ആയിട്ടും 2 കമ്മീഷനുമായിട്ടാണ് പോകുന്നത്. ഒരുപാട് കോർഡിനേറ്റേഴ്സ്, 1500 ക്ലർക്ക്, ദെൻ മാനേജേഴ്സിന് 23, 25 ഒക്കെ വരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അശോകൻ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങുന്നതെന്ന് ജീവനക്കാർ പറയുന്നു. ജോലിക്ക് സർക്കാർ ആനുകൂല്യങ്ങളും അശോകൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാഫുകളെ കയറ്റുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതാണ്. അടുത്ത കുറച്ചു കാലം കഴിഞ്ഞാൽ ഇത് സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കും. സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുത്താൽ പിന്നെ നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫ് ആവും എന്ന് പറഞ്ഞിട്ടാണ് ഈ പിള്ളേരിനെ എല്ലാം കയ്യിലെടുക്കുന്നത്. അപ്പൊ ആരായാലും സ്വാഭാവികമായിട്ട് പൈസ കഴിക്കും. പലവരും റിസൈൻ ചെയ്തിട്ടും 1 മാസം കഴിഞ്ഞിട്ടും പൈസ കിട്ടാത്തവർ എപ്പോഴും ഉണ്ട്. ക്യാപിറ്റൽ ബോക്സിലേക്ക് നിക്ഷേപം നൽകിയ പണം തിരികെ ചോദിച്ചവരോട് കൈരളി സൊസൈറ്റിയിൽ പണം വാങ്ങിയാണ് ആളുകളെ ജോലിക്ക് എടുക്കുന്നതെന്ന് അശോകൻ സമ്മതിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസങ്ങളിലേക്കുള്ള വരവ് മാർച്ച് എൻഡില് ഫിനാൻഷ്യൽ എന്നുള്ള ഇറക്കി. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ 3-4 വിഷയങ്ങള്, തെരഞ്ഞെടുപ്പ്, വിഷു, പെരുന്നാള്, മാർച്ച് എൻഡിങ്, ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള വിഷയം ഫണ്ട് വളരെ കുറവ്. ഈ 30 ബ്രാഞ്ച് എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? 760 സ്റ്റാഫ് ഉണ്ട്. ഈ സ്റ്റാഫിന്റെ ഡെപ്പോസിറ്റും കൂടി മേടിച്ചിട്ടാണ് ഇതൊക്കെ ഈ ബ്രാഞ്ചുകൾ തുറന്ന് വർക്ക് ചെയ്തു വരുന്നത്. ഒരു മാസം ഇവർക്കൊക്കെ ശമ്പളം ഇൻട്രസ്റ്റും കൊടുക്കാൻ നല്ലൊരു ഫണ്ട് വേണം. സ്ഥാപനത്തിലെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് ജോലിയിൽ നിന്ന് പുറത്തു വന്നവർക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന പേരിൽ വാങ്ങിയ പണം പോലും അശോകൻ തിരികെ നൽകിയില്ല എന്നും ആക്ഷേപമുണ്ട്. കൈരളി സൊസൈറ്റിയുടെ 33 ബ്രാഞ്ചുകളിലായി 200 പേരോളം തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു. പുതുതായി ആരംഭിക്കാൻ പോകുന്ന ബ്രാഞ്ചുകളിലേക്ക് പണം വാങ്ങിയുള്ള നിയമനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കൈരളി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉപയോഗിച്ച് പല തലത്തിലുള്ള തട്ടിപ്പുകളാണ് അശോകനും സംഘവും നടത്തുന്നത്. ഒന്നിൽ നിന്ന് പലതായി വികസിക്കുന്ന തട്ടിപ്പുകൾക്ക് മുന്നിൽ നിയമവും നിയമപാലകരും നോക്കുകുത്തികളാകുന്നു. ക്യാമറ പേഴ്സൺ ഖാജ ഹുസൈനൊപ്പം റാഫി കരീം, ന്യൂസ് മലയാളം 24/7.